ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നവംബർ മുതലുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂററ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം ഗുജറാത്തിലെ സൂററ്റാണ്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലയാണ് ഔത്തൂർ വെറ്റില. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലയാണ് ഔത്തൂർ വെറ്റില. മക്കൾ വളർത്തി അല്ലെങ്കിൽ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. മക്കൾ വളർത്തി അല്ലെങ്കിൽ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. അടുത്തത്: തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാനാണ് ബെല്ലി. തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് ബെല്ലി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. വാർത്താ ചാനലായിട്ടുള്ള ഒഡീഷ TVയിലാണ് ലിസയെ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രമാണ് കോർബറ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രമാണ് കോർബറ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്കാണ് ജിയോ ബുക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്കാണ് ജിയോ ബുക്ക്. ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് ബുക്ക് ജിയോ ബുക്ക്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകത്തിലാണ്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകത്തിലാണ്. ദാൽ തടാകം. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരം മുംബൈയാണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരം മുംബൈ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എൽബ്രസ് പർവ്വതം കീഴടക്കിയ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് P വീരമുത്തുവേൽ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിൻ്റ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിൻ്റ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം I am feeling lunar gravity എന്നാണ്. I am feeling lunar gravity. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം I am feeling lunar gravity. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫൻ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫൻ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. വിക്ഷേപണ വാഹനം LVM-3 M4 ആണ്. LVM-3 M4 ആണ് വിക്ഷേപണ വാഹനം.
ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട A20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമാണ്. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് A20 സമ്മേളനം. ഇതിന് വേദിയായത് ഗുരുഗ്രാമാണ്. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ. ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ. ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നാണ്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിൻ്റെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. വൺ വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ് മെക്സാന. വൺ വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ് മെക്സാന. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏതു പദ്ധതി പ്രകാരമാണ്? കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഭാരത് എൻക്യാപ്പ് വഴിയാണ്. ഭാരത് NCAP അല്ലെങ്കിൽ ഭാരത് എൻക്യാപ്പ് പദ്ധതി വഴിയാണ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വന്നത് ലഡാക്കിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വന്നത് ലഡാക്കാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. രാജ്യത്തിലെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കിയത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണത്താണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണത്താണ്. രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതി ഏതാണ്? അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൗവിലാണ്. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ. ഇത് എഴുതിയത് നസീമ മരക്കാറും YS രാജനും ചേർന്നാണ്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് മെമ്മറീസ് നെവർ ഡൈ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് നസീമ മരക്കാറും YS രാജനും ചേർന്നാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈയൊരു ദിനം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. 2023 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2023 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുത്ത മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാടാണ്.
ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ദി വാക്സിൻ വാർ എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ. ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ദി വാക്സിൻ വാർ. സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രിയാണ്. ദി വാക്സിൻ വാർ എന്ന സിനിമ സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രി. കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന ചിത്രമാണ് ദി വാക്സിൻ വാർ. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലവേറ്റഡ് അതിവേഗ പാത ഏതാണ്? ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലവേറ്റഡ് അതിവേഗ പാത ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലവേറ്റഡ് അതിവേഗ പാത ദ്വാരക എക്സ്പ്രസ് വേ. അടുത്തിടെ അന്തരിച്ച സുലഭ് ഇൻ്റർനാഷണൽ സ്ഥാപകൻ ബിന്ദേശ്വർ പഥക്കാണ്. സുലഭ് ഇൻ്റർനാഷണൽ സ്ഥാപകനാണ് ബിന്ദേശ്വർ പഥക്. സുലഭ് ഇൻ്റർനാഷണൽ സ്ഥാപകൻ ബിന്ദേശ്വർ പഥക്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയാണ് രാമേശ്വരം മാനമധുരൈ. രാമേശ്വരം മാനമധുരൈ ഇടനാഴിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി. രാമേശ്വരം മാനമധുരൈ ഇടനാഴി. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കൂയി ഭാഷ. കൂയി ഭാഷ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കൂയി ഭാഷ. ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ്റെ ആണ്. ടാൻസാനിയയിൽ സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്ത സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ടാൻസാനിയയിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാവുന്നത് ടാൻസാനിയയിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി. ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം. ആദ്യ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് തെലുങ്കാനയിലാണ്. തെലുങ്കാന. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി ആയിരുന്നു. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലിയാണ്. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ ഹിന്ദിയിൽ MBBS പഠനമുള്ള സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശും ഉത്തരാഖണ്ഡും. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ബംഗളൂരു ആണ്. ബംഗളൂരു. വേൾഡ് സിറ്റി കൾച്ചർ ഫോറം. വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂരാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ. വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന non-AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൺ. വന്ദേ സാധാരൺ. വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന non-AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. വിന്ധ്യഗിരി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. അവകാശികളില്ലാതെ 10 വർഷത്തിൽ ഏറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം RBI ആണ്. ഉദ്ഗം പോർട്ടൽ. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായ ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം RBI ആണ്.
അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ ആണ്. സഞ്ജയ് കുമാർ അഗർവാൾ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാനാണ് സഞ്ജയ് കുമാർ അഗർവാൾ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാനാണ് പ്രകാശ് ശ്രീവാസ്തവ. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആണ് രാകേഷ് പാൽ. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആണ് രാകേഷ് പാൽ. രാകേഷ് പാൽ. അടുത്തിടെ അന്തരിച്ച തെലങ്കാനയിലെ വിപ്ലവ ഗായകനും കവിയുമായ വ്യക്തിയാണ് ഗദ്ദർ. ഗദ്ദർ. ഗുമ്മടി വിറ്റൽ റാവു എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തിടെ അന്തരിച്ച തെലങ്കാനയിലെ വിപ്ലവ ഗായകനും കവിയുമായ വ്യക്തിയാണ് ഗദ്ദർ. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡ് നേടിയത് നരേന്ദ്രമോദി. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലെയ്ൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ആരാണ്? ചേതന മാരു ആണ്. ചേതന മാരു. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റാണ് ചേതന മാരു. ചേതന മാരു. അടുത്തത് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് റോക്കട്രി ദി നമ്പി എഫക്റ്റ്. റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. റോക്കട്രി ദി നമ്പി എഫക്റ്റ്. മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനെയാണ്. പുഷ്പ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അല്ലു അർജുന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടിമാരായി തിരഞ്ഞെടുത്തത് ആലിയ ഭട്ടും കൃതി സനോണും. ആലിയ ഭട്ടിനെ ഗംഗുബായി കത്തിയവാടി എന്ന സിനിമയ്ക്കും കൃതി സനോണിനെ മിമി എന്ന സിനിമയ്ക്കുമാണ് മികച്ച നടിമാരായിട്ട് തിരഞ്ഞെടുത്തത്. മികച്ച ചിത്രം റോക്കട്രി ദി നമ്പി എഫക്റ്റ്. മികച്ച നടൻ അല്ലു അർജുനാണ്. സിനിമ പുഷ്പ. മികച്ച നടിമാരാണ് ആലിയ ഭട്ടും കൃതി സനോണും. ആലിയ ഭട്ടിന് ഗംഗുബായി കത്തിയവാടി എന്ന സിനിമയ്ക്കും കൃതി സനോണിന് മിമി എന്ന സിനിമയ്ക്കുമാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് നിഖിൽ മഹാജനെയാണ്. മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ. മറാഠി ചിത്രമായിട്ടുള്ള ഗോദാവരി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നിഖിൽ മഹാജന് ലഭിച്ചത്. മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയത് വിഷ്ണു മോഹനാണ്. വിഷ്ണു മോഹൻ. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം. അത് നേടിയത് വിഷ്ണു മോഹനാണ്. സിനിമ മേപ്പടിയാൻ എന്ന സിനിമയ്ക്കാണ് വിഷ്ണു മോഹന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച ജനപ്രിയ ചിത്രമാണ് RRR. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് RRR ആണ്. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മലയാള നടനാണ് ഇന്ദ്രൻസ്. ഹോം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത്. മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹത്തെയാണ്. മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹോമിനാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഹോം എന്ന സിനിമയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം മേപ്പടിയാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിഷ്ണു മോഹനാണ് ലഭിച്ചത്. മികച്ച ജനപ്രിയ ചിത്രം RRR ആണ്. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മലയാള നടൻ ഇന്ദ്രൻസ് ആണ്. മികച്ച പരിസ്ഥിതി ചിത്രം ആവാസവ്യൂഹം. മികച്ച മലയാള ചിത്രം ഹോം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്